മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ്. ബേസിക്കലി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് വർക്കിംഗ് ക്യാപിറ്റലിൽ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് ഗ്രോസ് കോൺസെപ്റ്റ്, രണ്ട് നെറ്റ് കോൺസെപ്റ്റ്. അതായത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ സിംപ്ലി ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ്. അപ്പൊ അത് എന്ത് പറയാൻ വളരെ വൈഡറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം അല്ല. നമുക്കത് ക്വസ്റ്റ്യൻസിലോ അല്ലാതെ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനും സ്കോപ്പ് വളരെ കുറവാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ നമ്മള് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ടെക്നിക്കലി നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇക്വേഷൻ ആയിട്ട് പറയുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അതായത് നമ്മുടെ കറണ്ട് അസറ്റ്സിനകത്തിൽ എന്തൊക്കെയുണ്ട്? ലൈക്ക് ക്യാഷ്, അക്കൗണ്ട്സ് റിസീവബിൾസ്, കസ്റ്റമേഴ്സ് അൺപെയ്ഡ് ബിൽസ് ആൻഡ് കസ്റ്റമേഴ്സ് അൺപെയ്ഡ് ബിൽ എന്ന് പറയുന്നത് തന്നെയാണ് അക്കൗണ്ട്സ് റിസീവബിൾ കേട്ടോ. ആൻഡ് ഇൻവെന്ററീസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പൊ അത് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ അറിയാലോ, ഒരു ന്യൂ ജനറേഷൻ ടേം ആയിട്ട് നമ്മൾ അതിനെ ഇൻവെന്ററീസ് എന്നാണ് പറയുന്നത്. അപ്പോ ഇതൊക്കെ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസ് ലൈക്ക് ക്രെഡിറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് പേബിൾ എന്ന് പറയുന്നത്. ദെൻ അല്ലാതുള്ള ഷോർട്ട് ടേം ക്രെഡിറ്റ്. ഓക്കെ, അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺലി യൂസ് ടു മെഷർമെന്റ് ടു ഗേജ് ദ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് എഫിഷ്യൻസി ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോ ചില ഓർഗനൈസേഷൻസിന് ഒരുപാട് അസറ്റ്സ് ഉണ്ടാവും. ഫിക്സഡ് അസറ്റ്സിൽ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വെച്ചാൽ ഒരുപാട് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഈ ക്രോർസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിന്റെ അർത്ഥം അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുന്നില്ല. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണം നമ്മളൊരു ക്യാപിറ്റൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് ആഡിക്വേറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. നോട്ട് മോർ നോട്ട് ലെസ്, ആഡിക്വേറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈസ് കോമൺലി കണ്ടോ, അതെന്താണ്, അത് കാണിക്കുന്ന എന്താണ്, അതിന്റെ മെഷർമെന്റ് കാണിക്കുന്ന എന്താണ്? ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഹെൽത്ത് ആണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഫണ്ട് ആവശ്യമാണ്. പ്രൊഡക്ഷൻ, അതായത് ഓപ്പറേഷൻസിന് ആവശ്യമാണ്. പേറോൾ മാനേജ്മെന്റിന്, അതായത് സാലറി വേജസ് ഒക്കെ കൊടുക്കാനായിട്ട് ആവശ്യമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡേ ടു ഡേ ആയിട്ടുള്ള ഇതിനെല്ലാത്തിനും നമ്മൾ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഒരു ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ്സും വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് കേട്ടോ. അപ്പോ സിംപ്ലി വർക്കിംഗ് ക്യാപിറ്റൽ, അപ്പോ വൺസ് അഗൈൻ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളത് എക്സാമിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട്. ഇപ്പൊ ഗ്രോസ് എന്നുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, വെറുതെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരുന്നാലും ദാറ്റ്സ് മീനിങ് എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി എന്നാണ് കേട്ടോ. ഓക്കെ, ഈ പറയുന്നത് ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കീ പോയിന്റ്സ് ആണ്. It measures companies' liquidity and short-term financial health, indicating the ability to fund operations and respond to financial stress or opportunities. കേട്ടോ, നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, വേറെ രീതിയിൽ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. അതായത് ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേ ടു ഡേ ഓബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ബിസിനസ് കൺസേണിന്റെ എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ലിക്വിഡിറ്റി മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനി എത്രത്തോളം ലിക്വിഡ് ആണ്, ആൻഡ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഹെൽത്ത് ചെയ്യുന്നു. നമുക്ക് ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ, ഇൻഡിക്കേറ്റിംഗ് ദ എബിലിറ്റി ടു ഫണ്ട് ഓപ്പറേഷൻസ്. ശ്രദ്ധിക്കുക, ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് റെസ്പോണ്ട് ടു ഫൈനാൻഷ്യൽ സ്ട്രെസ് ഓർ ഓപ്പർച്യൂണിറ്റീസ്. ഒരു ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവുന്നു പെട്ടെന്ന് തന്നെ. ഇപ്പോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും.
അപ്പൊ കുറെ സെയിൽസ് ഒക്കെ ഡൗൺ ആവും, കുറെ റോ മെറ്റീരിയൽസ് അവിടെ ബ്ലോക്ക് ആവുന്നു, അല്ലെങ്കിൽ അതിന്റെ ഫെർദർ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് ആയത് നമുക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടെത്തിക്കാം, അതൊരു ഫൈനാൻഷ്യൽ സ്ട്രെസ് ആണ്. ആ സമയത്ത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു ബാക്കപ്പ് പോലെ ഇരിക്കും ആ ബിസിനസ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു കിലോ ഒരു 100 rupees കിട്ടുന്ന ഒരു റോ മെറ്റീരിയൽ ആണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് 1000 കിലോയോ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഒരു പർട്ടിക്കുലർ പ്രൈസിൽ. പെട്ടെന്നാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതൊരു 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 50 രൂപയേ ഉള്ളൂ. പക്ഷേ ഒരു ഹെവി ക്വാണ്ടിറ്റി നമുക്ക് എടുക്കണം. ദാറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമുക്ക് നമ്മൾ എടുക്കുന്നതിന്റെ ഒരു 3 ഇരട്ടി വല്ല എടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ചിലപ്പോൾ അതൊരു 1 ഡേ ഓഫർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 2 ഡേ ഓഫർ ആയിരിക്കും. വിത്തിൻ എ പെർട്ടിക്കുലർ ഡേറ്റ് ഇത്രയും മേടിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം വിലയ്ക്ക് നിങ്ങൾക്ക് തരാം എന്ന് പറയും. അപ്പോ അത് നമുക്ക് ഭയങ്കര ഒരു ഓഫറാണ്. പക്ഷെ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അത് മേടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് അവിടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്ട്രെസ് വരുമ്പോഴും വേണം ഒരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയെ സീസ് ചെയ്യാനും, നമുക്ക് അവിടെ നിർത്തി നമുക്കത് അതിന്റെ ബെനിഫിറ്റ് എടുക്കാനും അത് വേണം എന്നുള്ളതാണ്. അടുത്തത്, negative working capital occurs when current liabilities exceed current assets, suggesting potential liquidity issues. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. കാര്യം എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് അപ്പൊ ആണ് ഇസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ എപ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് ആവുന്നേ? കറണ്ട് ലയബിലിറ്റീസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകുന്നു, അതായത് ഇപ്പോൾ ഉള്ള ഓബ്ലിഗേഷൻസ് കറണ്ട് അസറ്റ്സിനേക്കാളും കൂടുതൽ നമ്മുടെ ഓബ്ലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് മാറും. അത് പൊട്ടൻഷ്യൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് ആണ്. എന്ന് വിചാരിച്ചിരുന്നാലും നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഇത് നമ്മൾ ഇനി അങ്ങോട്ട് അത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് മാറി മറിയുന്നു. ഈ കറണ്ട് അസറ്റ്സിന്റെ കറണ്ട് ലയബിലിറ്റീസിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈവൻ എന്താ പറയാ, ഈവൻ അവേഴ്സിൽ പോലും, അല്ലെങ്കിൽ ഈവൻ ഡേയ്സിൽ പോലും നമ്മൾ ഇതിന്റെ പൊസിഷനിൽ എന്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു? സെയിൽസ് സംഭവിച്ചാൽ, ക്രെഡിറ്റ് സെയിൽസ് സംഭവിച്ചാൽ ഡെറ്റേഴ്സ് കൂടും, അല്ലാതെ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് കൂടും, നമ്മൾ പേയ്മെന്റ് ചെയ്താൽ ക്രെഡിറ്റേഴ്സ് കുറയും. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ട് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു നിമിഷം വന്നുപോയി, ഒരു ദിവസം വന്നുപോയി, 2 ദിവസം വന്നുപോയി എന്നുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ സ്ഥിരമായി നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കും? പൊട്ടൻഷ്യൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി പറയുന്നു, പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഷോസ് എ കമ്പനി ക്യാൻ സപ്പോർട്ട് ഓൺഗോയിങ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻവെസ്റ്റ് ഫ്യൂച്ചർ ഗ്രോത്ത്. ഒരു പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും അവരുടെ ഒബ്ലിഗേഷൻസ് എപ്പോഴും എന്തായിരിക്കും? കറണ്ട് അസറ്റ്സിനേക്കാളും കുറവായിരിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആണെങ്കിൽ ഇവർക്ക് ഫ്യൂച്ചർ ഗ്രോത്തിലോട്ടും, അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, ശ്രദ്ധിച്ചോളൂ, ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ആണ്. അപ്പോ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ അപ്ഗ്രഡേഷനോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാലോ ഇവർക്കത് സിമ്പിൾ ആയിട്ട് ഇവർക്ക് അതിൽ അഡാപ്റ്റ് ആവാൻ കഴിയും, ആ ബിസിനസ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ, ഇനി നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വരികയാണ്. ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ isn't always good thing. It might indicate that business has too much inventory, is not investing its excess cash, or not taking advantage of low cost debt opportunities. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു ബിസിനസ് വളരെ ലിക്വിഡ് ആയിരിക്കും എന്ന് പറയുന്നു, എഫിഷ്യന്റ് ആയിരിക്കും എന്ന് പറയുന്നു. നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരുന്നു? ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഹെവി വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോട്ട് റെക്കമെൻഡഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫണ്ട് ഒക്കെ വെറുതെ ഇൻവെന്ററിയിൽ കയറി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ലോ ഡെറ്റ് എന്ത് ചെയ്യുന്നു? കടം കിട്ടുന്നതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. നമുക്ക് ആവശ്യത്തിനുള്ള ആഡിക്വേറ്റ്, ദ ടേം ഇസ് ഇമ്പോർട്ടന്റ്, ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് വേണ്ടത്. ഒരുപാട് ഉണ്ടെന്ന് കരുതി ആ ഫോം എഫിഷ്യന്റ് ആവണം എന്ന് ഇല്ല. Okay, working capital formula once again, working capital is equal to current assets minus current liabilities. Then positive working capital, when calculation is positive, it indicates that the company's current assets exceed current liabilities, as in above example. Okay, the company has
more enough resources to cover its short-term debts and some leftover cash if all current assets are liquidated to pay the debt എന്നാണ്. അതായത് നമ്മുടെ ഡെറ്റ് മുഴുവൻ നമ്മൾ അത് ചെയ്ത് പേ ചെയ്ത് തീർത്തിരുന്നാലും നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ബാലൻസ് ആയിട്ടുണ്ടാവും ഇഫ് ദ കമ്പനി ഹാവിംഗ് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും അറിയാം കറണ്ട് ലൈബിലിറ്റീസ് വളരെ കൂടുതലായിരിക്കും. കറണ്ട് അസറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ലൈബിലിറ്റീസ് കൂടുതലായിരിക്കും. ദിസ് ഈസ് എ വാർണിംഗ് സൈൻ എന്നാണ് പറയുന്നത്. ദ കമ്പനി ഹാസ് മോർ ഷോർട്ട് ടേം ഡെറ്റ് ദാൻ ഷോർട്ട് ടേം റിസോഴ്സസ്. ആ കമ്പനിക്ക് ഷോർട്ട് ടേം റിസോഴ്സ് ഉള്ളതിനേക്കാളും കൂടുതൽ എന്തായിരിക്കും ഷോർട്ട് ടേം ഡെറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇറ്റ് ടിപ്പിക്കലി ഇൻഡിക്കേറ്റ്സ് പ്യുവർ ഷോർട്ട് ടേം ഹെൽത്ത്. വൺസ് അഗൈൻ പറയുന്നു, വളരെ ഷോർട്ട് പീരീഡിലത്തേക്കാണെങ്കിൽ പ്രശ്നമില്ല. റെഗുലർ ആയിട്ട് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയാലാണ് പ്രശ്നം. ഇറ്റ് ടിപ്പിക്കലി ഇൻഡിക്കേറ്റ്സ് പ്യുവർ ഷോർട്ട് ടൈം ഹെൽത്ത്, ലോ ലിക്വിഡിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഇൻ പേയിങ് ഇറ്റ്സ് ഡെറ്റ് ഒബ്ലിഗേഷൻ എന്നാണ് പറയുന്നത്. പേയിങ് ഇറ്റ്സ് ഡെറ്റ് ഒബ്ലിഗേഷൻ, അതായത് അവരുടെ ഒബ്ലിഗേഷൻസ് പേ ചെയ്യാൻ ആയിട്ട് ലേറ്റ് ആവുകയോ കൊടുക്കാതിരിക്കാൻ പറ്റുകയോ അതിലൂടെ കൂടുതൽ കോസ്റ്റ്. ഇപ്പൊ നമ്മളിപ്പോ ബാങ്കിൽ തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അടയ്ക്കേണ്ടത് അടയ്ക്കാതെ അടുത്ത ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഫൈൻ ചാർജ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യില്ലേ. അപ്പൊ അതൊക്കെ അതാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിനകത്തിൽ എന്തൊക്കെയുണ്ട്? അപ്പൊ ഇതിനോടൊക്കെ അറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാം ഒരു കറണ്ട് ഐറ്റംസ് ആണ്. അതായത് കറണ്ട് അസറ്റ്സ്, കറണ്ട് ലൈബിലിറ്റീസ്. അപ്പോൾ a company's balance sheet contains all working capital components, though it may not need all the elements discussed here. ഇപ്പൊ എല്ലാ എലമെന്റുകളും ഇപ്പൊ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻവെന്ററീസ് ഉണ്ടാവും, ഡെറ്റേഴ്സ് ഉണ്ടാവും, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ടാവും, പിന്നെ മെയിൻ ഇതൊക്കെയാണ്. പിന്നെ കറണ്ട് അസറ്റ്സ്, പിന്നെ അക്കൗണ്ട്സ് ബിൽസ് റിസീവബിൾ ഉണ്ടാവും. അപ്പൊ അത് തന്നെ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടെ ചേർത്തിട്ട് നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയും. അപ്പൊ അത് ഇവിടെ സൂചിപ്പിക്കുന്ന എല്ലാ കമ്പനിക്കും എല്ലാം ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സർവീസ് റിലേറ്റഡ് കമ്പനി അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ബിസിനസ് ആണെങ്കിൽ അവർക്ക് എന്ത് കാണില്ല? ഇൻവെന്ററി കാണില്ല. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷനെ ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു ഫാക്ടർ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, the components of working capital broadly classified into current assets and current liabilities. അത് അറിയാം. കറണ്ട് അസറ്റ്സിനകത്ത് ക്യാഷ് അറിയാം, ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത് ക്യാഷിന് തുല്യമായിട്ടുള്ളത്. എന്തായിരിക്കും ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്? ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത് ലൈക്ക് ചെക്കുകളെ നമ്മൾ ക്യാഷ് ഇക്വലൻസ് എന്ന് പറയും കേട്ടോ. ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് എഴുതുന്നു, നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ് ആ ഏറ്റവും ആദ്യത്തെ ക്യാഷ് ഇക്വലന്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ചെക്ക്, പിന്നെ മണി ഓർഡേഴ്സ്, ഡ്രാഫ്റ്റ്, എന്തെങ്കിലും വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ നോ ടൈം നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്. ഇൻവെന്ററീസ് ആസ് യു നോ ഇറ്റ് ഇസ് എന്താണ് നമ്മുടെ സ്റ്റോക്കിനെയാണ് പറയുന്നത്. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുമ്പോൾ പുതിയൊരു ടേം ആണെങ്കിൽ ശ്രദ്ധിച്ചുള്ള, ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസിനെയാണ് അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറയുന്നത്. then any prepaid expenses. Okay, ഇനി കറണ്ട് ലയബിലിറ്റീസിലോട്ട് വരുമ്പോൾ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഫെസിലിറ്റി ഗിവൺ ബൈ ബാങ്ക് ടു കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രം. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ് ടൈപ്പ് എന്താണ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സുകാരാണ് കൂടുതലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു ഷോർട്ട് ടേം ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്, ഫൈനാൻസ് ഫെസിലിറ്റി ആണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് പേയബിൾ ആസ് യു നോ, ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിളിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. ദെൻ അൺഏൺഡ് ഇൻകം. അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഓൾറെഡി നമ്മൾ റിസീവ് ചെയ്തു, പക്ഷേ നമുക്കത് കിട്ടാനുള്ള റൈറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ അത് നമുക്ക് ഡ്യൂ ആയിട്ടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഉള്ള നിങ്ങളിപ്പോ ഡെയിലി സപ്പോസ് ഒരു ദിവസം ചെയ്തിട്ടുള്ള ജോലിയുടെ ക്യാഷ് നിങ്ങൾക്ക് അന്ന് വൈകിട്ടാണ് കിട്ടുന്നതെന്ന് വെച്ചോളൂ. അപ്പോ ഇന്ന് രാവിലെ വന്നിട്ട് നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ സീനിയർ വന്നിട്ട്
പറയാണ് ഞാൻ നാളെ ഉണ്ടാവില്ല, ഇന്നത്തെ എമൗണ്ട് നാളത്തെ എമൗണ്ട് കൂടെ ഇന്ന് തന്നെ വെച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ നാളത്തെ ആ വർക്കിന്റെ ക്യാഷ് എന്ന് പറയുന്ന അൺഏൺഡ് ഇൻകം ആണ്. നമുക്ക് ആ എമൗണ്ട് കിട്ടി, പക്ഷെ അത് ഡ്യൂ ആയിട്ടില്ല. നമുക്കറിയാലോ, നമ്മളെ അക്കൗണ്ടിങ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ത് സബ്ജക്ട് ഡ്യൂ ബേസിസിലാണ്, അല്ലാതെ ക്യാഷ് ബേസിസിലല്ല. അതുകൊണ്ട് തന്നെ അൺഏൺഡ് ഇൻകം ഒരു ലൈബിലിറ്റി ആണ്. നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കത് ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡ്യൂ ആയിട്ടില്ല. ദെൻ ടാക്സ് ആൻഡ് ഡിവിഡൻഡ് പേയബിൾ, ടാക്സ് കൊടുക്കാനുണ്ടാവും, ഡിവിഡൻഡ് പേയബിൾ ആയിരിക്കും. ഈ ടാക്സ് ഡിവിഡൻഡ് പേയബിൾ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ടാക്സ് കൊടുക്കാതിരിക്കോ, ടാക്സ് പെൻഡിങ് ആണോ, അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ അറിയാലോ, ഈ ടാക്സ് പേയ്മെന്റ് എന്ന് പറയുന്ന എപ്പോഴും ഫോർ എക്സാമ്പിൾ 1st ഏപ്രിൽ മുതൽ 31st മാർച്ച് വരുന്ന ഒരു പീരീഡ്, നമ്മൾ അതിനെ പ്രീവിയസ് ഇയർ എന്നൊക്കെ പറയാം, ടാക്സിന്റെ ഒരു പ്രൊവിഷൻ ആണ്. എന്നിരുന്നാലും ഈ ഒരു പീരീഡിൽ നടക്കുന്നതിന് നമ്മൾ ആ ഒരു വർഷത്തെ ടാക്സ് അടുത്ത മാസം ഏപ്രിൽ 1-ാം തീയതി കൊണ്ടുപോയി അടയ്ക്കുകയല്ലോ. പിന്നെ അവിടുന്ന് ആ ഏപ്രിൽ 1-ാം തീയതി മുതൽ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അത് പല ബോഡീസിന് പല രീതിക്ക് പല ഡ്യൂ ഡേറ്റ്സിൽ, എന്നിട്ട് ആ അടുത്ത ഒരു വർഷം കൊണ്ടാണ് എന്ത് കളക്ട് ചെയ്യുന്നത്, ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ടാക്സ് ഒരു ആവറേജ് ഒരു 3 to 4-5 months കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്. അപ്പൊ അതുവരെ ഈ ടാക്സ് പേബിൾ എന്ന് പറയുന്നത് ഒരു കറന്റ് ലൈബിലിറ്റീസ് ആയിട്ട്. അതാണ് കമ്പോണൻസ്, കറന്റ് അസറ്റ്സ്, കറന്റ് ലൈബിലിറ്റീസ്. വൺസ് അഗൈൻ പറയുന്നു, എല്ലായിടത്തും എല്ലാം ആവണം എന്നൊന്നും ഇല്ല. സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ടാക്സ് ഇല്ലാത്ത കമ്പനികൾക്കോ ബിസിനസ്സിനോ ഒക്കെ ആണെങ്കിൽ അത് ഡിപ്പെൻസ് ഉള്ളതുപോലെ. ഇനി ലിമിറ്റേഷൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഇപ്പൊ എന്തിന് വർക്കിംഗ് ക്യാപിറ്റൽ എത്രാന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എത്ര വേണം, അതിന്റെ റിക്വയർമെന്റ് എത്ര, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്, ഒരുപാട് സ്റ്റഡി ഏരിയാസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കും. പക്ഷെ സ്റ്റിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് പറയുന്നത്, നോക്കിക്കോളൂ. വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി വെരി ഇൻസൈറ്റ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് കമ്പനി ഷോർട്ട് ടേം ഹെൽത്ത്. കറക്റ്റ് ആണ്, ഷോർട്ട് ടേം ഹെൽത്തിന് വളരെ എന്താണ് ഇൻസൈറ്റ്ഫുൾ ആണ്. അതായത് ആ ഷോർട്ട് ടേം ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇതൊരു ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് പ്രപ്പോർഷണൽ ആയിട്ട് പോകുന്ന ഒരു സാധനമാണ്. ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും. ഹവർ സം ഡൗൺ സൈഡ്സ് ടു ദ കാൽക്കുലേഷൻ ക്യാൻ മേക്ക് ദ മെട്രിക് സംടൈംസ് മിസ്ലീഡിങ്. ഇതിന്റെ കാൽക്കുലേഷൻസ്, ഇതിന്റെ എന്താണ് ചില കോൺസെപ്റ്റ്സ് ചില സമയത്ത് എന്തുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതെന്തൊക്കെയാണ്, അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. ചേഞ്ചിങ് വാല്യൂസ്. കണ്ടോ, ചേഞ്ചിങ് വാല്യൂസ് എന്താണ്? നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം, ഇൻവെന്ററീസ് ആയിക്കോട്ടെ, ഡെറ്റേഴ്സ് ആയിക്കോട്ടെ, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ടാക്സ്, ഡിവിഡൻഡ് പേയബിൾ ഒക്കെ ആയിക്കോട്ടെ, ഇതിന്റെ ഡിവിഡന്റിന്റെയും ടാക്സിന്റെയും ഇത് ചേഞ്ച് ആവില്ല. പകരം ഇൻവെന്ററീസ്, ഡെറ്റേഴ്സിന്റെ ഒക്കെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. എസ്പെഷ്യലി നിങ്ങൾ സ്റ്റോക്കിനെ പറ്റിയിട്ട് ഇൻവെന്ററീസിന്റെ കാര്യം ആലോചിച്ച് നോക്കും. ചിലപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റോക്ക് കാൽക്കുലേഷനിൽ നോക്കുമ്പോൾ അറൌണ്ട് 50,000 ഇരിക്കുന്ന സാധനമായിരിക്കും നാളെ അതിന് യാതൊരു വിലയില്ലാതായി പോകുന്നത്, അല്ലെങ്കിൽ വില പെട്ടെന്ന് ഡൗൺ ഫാൾ ആയി പോകുന്നു, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കൂടുകയും ചെയ്യാം. പോസിറ്റീവ് സൈഡിൽ ചിന്തിച്ചാൽ കൂടുകയും ചെയ്യും. അപ്പോ ഈ ഇതിനകത്തുള്ള ഈ കമ്പോണൻസിന്റെ വാല്യൂ ഓൾവേസ് ചേഞ്ചിങ് ആണ് എന്നുള്ളതാണ്. കണ്ടോ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ചേഞ്ചിങ്. കണ്ടോ, ഇഫ് എ കമ്പനി ഫുള്ളി ഓപ്പറേറ്റിംഗ് several if not most current assets and current liability account will likely change എന്നുള്ളതാണ്. Therefore the time financial information is accumulated, it is likely that the company's working capital position is already changed. കണ്ടോ, ആ കണക്കുകളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയം അവിടെ എന്താവുന്നുണ്ടായിരിക്കും, അവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ചേഞ്ചിങ് വാല്യൂസിനകത്ത് പറയുന്നത് കേട്ടോ. അടുത്തത് നേച്ചർ ഓഫ് അസറ്റ്സ്. നേച്ചർ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വർക്കിംഗ് ക്യാപിറ്റൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻവെന്ററീസ് ഉണ്ടാവില്ലേ, ഈ ഇൻവെന്ററീസ് പണയപ്പെടുത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ലോണോ വല്ലതും അങ്ങനെ എടുക്കാറുണ്ട്. ഇൻവെന്ററി ഫൈനാൻസിംഗ് എന്ന് നമ്മൾ അതിനെ പറയും. ഇൻവെന്ററി നമ്മൾ വെച്ചിട്ട് പണയപ്പെടുത്തി, അപ്പൊ ആ അണ്ടർലൈൻ അസറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അണ്ടർലൈൻ ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫെയിൽസ് ടു കൺസിഡർ ദ സ്പെസിഫിക് ടൈപ്പ് ഓഫ് underlying accounts. കണ്ടോ, ഫോർ എക്സാമ്പിൾ എ കമ്പനി വിത്ത് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ബൈ
but whose current assets are entirely in accounts receivables may face liquidity issues. കണ്ടോ, ഇത് പറഞ്ഞിരിക്കുന്ന വേറൊരു ആംഗിളിലാണ്. അതായത് ഇപ്പൊ നമ്മുടെ 100% നമ്മുടെ കറണ്ട് അസറ്റ്സും ഡെറ്റേഴ്സ് ആണെന്നിരിക്കട്ടെ, ഡെറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ആയിട്ടാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ കയ്യിൽ കാശില്ല, ഇൻവെന്ററീസും വളരെ കുറവാണ്, അല്ലെങ്കിൽ സീറോ എന്നുള്ള സിറ്റുവേഷനിൽ വെച്ചേക്കാം. എൻറ്റയർ എമൗണ്ട് ഓഫ് അവർ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ആരുടെയിലോ ഇരിക്കുന്ന കാശാണ്, ഡെറ്റേഴ്സിന്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതാണ്. അവര് നമുക്ക് കൊണ്ട് തരണം. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ തരാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് ആണ്. അന്ന് അവർ ഈ പ്രോമിസ് കീപ്പ് ചെയ്തില്ലെങ്കിലോ? അപ്പോ ഇതൊക്കെ കറണ്ട് അസറ്റ്സ് അവിടെ ടെക്നിക്കലി നമുക്ക് പറയാം, ഇപ്പോ 1,00,000 രൂപയുടെ കറണ്ട് അസറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് കൃത്യമായിട്ട് കിട്ടുമോ? അതായത് ക്യാഷ് പോലെ അല്ല ഡെറ്റേഴ്സിന് ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാവാം. അപ്പൊ അവര് ക്യാഷ് തരാതിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് പറയാൻ, ചിലപ്പോ ചില ആള് ബാങ്ക്രപ്റ്റ് ആയി പോവും. അപ്പൊ അവരുടെ നിന്നൊക്കെ നമ്മൾ എങ്ങനെയാ കാശ് വാങ്ങിക്കുന്നത്? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് നേച്ചർ ഓഫ് അസറ്റ്സ് എന്നുള്ളതാണ്. ക്യാഷ് ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു കമ്പനിയുടെ ഫുൾ ആ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് മാത്രമായാലോ? അപ്പോഴും അവിടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ സ്കോപ്പ് എന്ത് ചെയ്യും, ക്വസ്റ്റ്യനബിൾ ആണ്. ഓക്കെ, അടുത്തത് അസറ്റ് ഡീവാലുവേഷൻ. കണ്ടോ, ഈ ചില സംഭവം ഉള്ളതുകൊണ്ട് അസറ്റിന്റെ ഡീവാല്യൂ നമ്മൾ ചേഞ്ച് ആവും എന്ന് പറഞ്ഞത് അതിന്റെ തന്നെ വേറൊരു കാര്യമാണ്. ക്വിക്ലി ബി ഡീവാല്യൂ ചെയ്യപ്പെടും. ദിസ് മേ ഹാപ്പൻ ഡ്യൂ ടു ഫാക്ടേഴ്സ് ബിയോണ്ട് ദ കമ്പനീസ് കൺട്രോൾ. എന്ത് ചെയ്യുന്നു, അത് കമ്പനിയുടെ കൺട്രോളിലുള്ളതല്ല. such as customer bankruptcy affecting accounts receivable or inventory becoming obsolete or stolen. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് തരാനുള്ള ഒരാള് അയാളുടെ കാശില്ലാതായി പോയി, അയാൾ പാപ്പരായി പോയി, കോടതി അയാളെ ഇൻസോൾവെന്റ് ആയിട്ട് എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. പിന്നെ ഉള്ളത് അയാളുടെ പ്രൈവറ്റ് എസ്റ്റേറ്റ് വിൽക്കുന്നു, അതിലുള്ള ഷെയർ ചിലപ്പം 1 രൂപയിൽ 50 പൈസ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 1 രൂപയിൽ 20 പൈസ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ എത്ര നമുക്ക് തരാനുണ്ടോ അതിന്റെ ഒരു പോർഷൻ മാത്രം, അത് നമുക്ക് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ അതും കോടതിയൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെയാണ് ഈ എമൗണ്ട് കിട്ടുന്നത്. മനസ്സിലായി? ഇതൊക്കെ കമ്പനിയുടെ കൺട്രോളിലാണോ? അല്ല. ഇനി ഇൻവെന്ററീസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് ഒബ്സൊലറ്റ് ആയി പോവാം, അതിന്റെ വാല്യൂ എന്ത് ചെയ്യാം, വല്ലാണ്ട് കുറയാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്ത് പോവാം, സ്റ്റോളൻ, മോഷ്ടിച്ചുകൊണ്ട് പോകാം. ഫിസിക്കൽ ക്യാഷ് ഇസ് ഓൾസോ റിസ്ക് ഓഫ് തെഫ്റ്റ് ഇമ്പാക്ടിങ്. അപ്പൊ ഫിസിക്കൽ ക്യാഷ്, ഇൻവെന്ററി കോഴ്സിനൊക്കെ ഇത് സ്റ്റോളൻ അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഡെറ്റേഴ്സിന് അവര് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല, വർക്കിംഗ് ക്യാപിറ്റലിലെ ഡീമെറിറ്റ്സ് പറഞ്ഞാണ് ഇങ്ങനെ അസറ്റിൽ ഉണ്ടാകുന്ന വാല്യൂ, അസറ്റ് ഡീവാല്യൂ സംഭവിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അൺനോൺ ഡെറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ് എന്ന് പറയും. ഇപ്പൊ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ഡിസൊല്യൂഷൻ ഒക്കെ വർക്ക് ചെയ്ത് ഡിസൊല്യൂഷൻ ഒക്കെ ചെയ്യുമ്പോൾ പറയാം എന്താണ്, അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ദെയർ, അൺറെക്കോർഡഡ് അസറ്റ് ദെയർ. എന്താണ്, ഒരു കോടതിയിൽ ഒരു കേസിന്റെ പരിഹാരം ഉണ്ടായിരുന്നു, അതിന് ഇത്ര രൂപ കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ഡിസൊല്യൂഷൻ ഒക്കെ സംഭവിക്കുമ്പോൾ വരാം. അതായത് ഒരു ബിസിനസ് വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ചില അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ ലൈബിലിറ്റീസ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ വളരെ ഫോർമൽ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അവിടെ നോക്കുമായിരുന്നു. പക്ഷെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് കറണ്ട് ലൈബിലിറ്റീസിന് എല്ലാ ലൈബിലിറ്റീസും എടുത്തിട്ടില്ലെങ്കിൽ ആ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? അപ്പൊ അതാണ് പറയുന്നത്. കണ്ടോ, വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ അസ്യൂംസ് ഓൾ ഡെറ്റ് ഒബ്ലിഗേഷൻസ് ആർ അക്കൗണ്ടഡ് ഫോർ. കണ്ടോ, in fast-paced environment or during mergers, missed agreement or incorrectly processed invoice can skew the accuracy of the working capital figures. Skew എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇൻകറക്റ്റ്ലി ചില ബില്ല് ഇൻകറക്റ്റ് ആയിട്ടായിരിക്കും പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ അയാൾ നമുക്ക് 50,000 തരാനുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ എഴുതി വെക്കുക 40,000 തരാനുണ്ടാവും. അപ്പോ നമ്മൾ പിന്നെ അയാളെ കൺവിൻസ് ചെയ്തൊക്കെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇത്രയോടെ തന്നു, നമ്മൾ എഴുതിയതിലുള്ള മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇതുപോലെ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അൺനോൺ തെറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് തന്നെ പ്രോസസ് ചെയ്തതിലുള്ള പ്രശ്നം ഉണ്ടാവാം, വാല്യൂവിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പൊ ദീസ് ആർ ദ demerits of working capital. ഓക്കെ, അപ്പോ ലിമിറ്റേഷൻസ് ഒന്നുകൂടെ പറയാണ്. വാല്യൂ ഓൾവേസ് ചേഞ്ചിങ് ആണ്.
നേച്ചർ ഓഫ് അസറ്റ്സ്, അണ്ടർലൈങ് അക്കൗണ്ട്സ് എത്രത്തോളം ആണെന്ന് നമുക്കറിയില്ല. അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അസറ്റിന്റെ ഒരു നേച്ചർ ഡെറ്റേഴ്സ് പോലുള്ളതൊക്കെ ബാധിക്കുന്നു പറഞ്ഞു. ദെൻ അടുത്തെന്താണ് അസറ്റിന്റെ വാല്യൂ, അസറ്റിൽ ഉണ്ടാകുന്ന വാല്യൂവിന്റെ ഒരു ഡിവാല്യൂഷൻ സംഭവിക്കും. പിന്നെ അൺനോൺ ഡെറ്റ് ആണ്. ഇത്രയാണ് എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈസ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ബാഡ്. അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ, അവിടെ ആ ലോഗോ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ബാഡ് ആണോ? ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് ആ എക്സ്പ്ലനേഷനിലൂടെ പോകും. ജനറലി യെസ്, ഇഫ് എ കമ്പനീസ് കറന്റ് ലയബിലിറ്റീസ് എക്സീഡ് ഇറ്റ്സ് കറന്റ് അസറ്റ്സ്, this indicates company lacks the short-term resource to pay its debts and must find way to meet short-term obligation. അപ്പൊ അത് കറക്റ്റ് ആണ്. ഒരു നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ എന്താണ് അത് ശരിയായിട്ടുള്ള അല്ല. നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി അത് ബാധിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ കമ്പനിക്ക് വേറെ മാർഗങ്ങൾ എടുക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഹൗവർ പിന്നെയാണ് നമ്മൾ a short period of negative working capital may not be an issue depending on the company's stage in business life cycle and its ability to generate cash quickly. ഇവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ബിസിനസ് ലൈഫ് സൈക്കിൾ ഇപ്പൊ എങ്ങനെയാണ്, ബൂം ആണോ, റിസഷൻ ആണോ, റിക്കവറി ആണോ, കമ്പനിയുടെ സ്റ്റേജ് എങ്ങനെയാണ്, കമ്പനിയുടെ എബിലിറ്റി ടു ജനറേറ്റ് ക്യാഷ് എത്രത്തോളമാണ്, ഇതൊക്കെ വച്ചിട്ട് ഒരു പീരീഡിലെത്തേക്ക് ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം അല്ലെങ്കിൽ ഈ കുറെ കാര്യങ്ങളുണ്ട്. ബിക്കോസ് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും അവ ചേഞ്ചിങ് ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ്. നമ്മൾ ഓരോ ദിവസവും ഇതിന്റെ കാൽക്കുലേഷൻസ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അസറ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ബിസിനസിന്റെ എബിലിറ്റി ഒക്കെ വെച്ചിട്ട് എന്താവാണ് വെച്ചിട്ട് ഒരു നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടെക്നിക്കലി അതൊരു നെഗറ്റീവ് ആണെങ്കിലും, നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് വളരെ ഷോർട്ട് പീരീഡിലാണെങ്കിൽ പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ആയി പോയി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോ നെഗറ്റീവ് ആയി പോയി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മാറ്റർ. എങ്ങനെയാണ് ഹൗ ക്യാൻ എ കമ്പനി ഇംപ്രൂവ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ? എങ്ങനെ ഒരു കമ്പനി അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ ആ ഫോർമുല ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫോർമുല ഇസ് ഈക്വൽ ടു കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് ആണ്. ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ there are two situations. Number one, we have to improve our current assets. നമ്മുടെ current assets improve ചെയ്യണം. We have to reduce our current liabilities. Current liability reduce ചെയ്യണം. ഇത് രണ്ടുമായാൽ working capital automatically will go up. The company can improve its working capital by increasing current assets and reducing short-term debts. പറഞ്ഞു. To boost current assets, can save cash, build inventory reserves, prepay expense for discount, and carefully extend credit to minimize bad debts. നമ്മുടെ ഡെറ്റേഴ്സിനെ വാരി കോരി കൊടുക്കാതെ അല്ലെങ്കിൽ ആര് വന്ന് ചോദിച്ചാലും കടം കൊടുക്കാതെ കെയർഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്രെഡിറ്റ് കൊടുക്കുക. നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ പ്രീപേ ചെയ്യുക. പ്രീപേ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഡിസ്കൗണ്ട്. നിങ്ങൾ എവിടെ വേണമെങ്കിലും ആലോചിച്ചോളൂ. നിങ്ങൾ ഒരു മാസം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ റേറ്റും നിങ്ങൾ ഒരു 6 മാസത്തേക്ക് ഒരുമിച്ച് കൊടുത്തു നോക്കൂ, അവിടെ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീപേ ചെയ്തുള്ള ഡിസ്കൗണ്ട്, ക്യാഷ്, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. ടു റെഡ്യൂസ് ഷോർട്ട് ടേം ഡെറ്റ്സ് റെഡ്യൂസ് ചെയ്യാൻ കമ്പനി ക്യാൻ അവോയ്ഡ് അൺനെസസറി ഡെറ്റ്. വേണ്ടാത്ത ഡെറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ, പർച്ചേസ് ചെയ്യുമ്പോൾ വേണ്ടാത്ത ഡെറ്റ് നമ്മൾ ഒഴിവാക്കുക. സെക്യൂർ ഫേവറബിൾ ക്രെഡിറ്റ് ടേംസ്, ഫേവറബിൾ നമുക്ക്, അതായത് ബിസിനസിന് ഫേവറബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് ടേംസ് ആൻഡ് മാനേജ് സ്പെൻഡിങ് എഫിഷ്യന്റ്. അതായത് നമ്മുടെ ബിസിനസിന്റെ സ്പെൻഡിങ് വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതില് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് ആണ് കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ് ചെയ്യുക? രണ്ട് രീതിയിലും.
ഷോർട്ട് ടേം ഫൈനാൻസിങ്ങും ഓക്കെയാണ്, ലോങ് ടേം ഫൈനാൻസിങ്ങും ഓക്കെയാണ്. നമ്മൾ ഓൾറെഡി ലോങ് ടേം ഫൈനാൻസിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഡെറ്റ് പഠിച്ചു, പഠിച്ചു, ഇക്വിറ്റിയിലെ ടൈപ്സ് പഠിച്ചു. അവിടെ നിന്നൊക്കെ ആവശ്യമാണെങ്കിൽ ആ ലോങ് ടേം ഫൈനാൻസിംഗിൽ നിന്ന് നമുക്കൊരു പോർഷൻ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് എടുത്തു വെക്കാം. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഫൈനാൻസിങ് മാത്രമാണ്. പിന്നെ അത് പറയണ്ടല്ലോ. അപ്പോൾ സിറ്റുവേഷൻ വേണമെങ്കിൽ, അത് എപ്പോഴും അല്ല, ആവശ്യമാണെങ്കിൽ ലോങ് ടേം ഫൈനാൻസിങ്ങും നമുക്ക് എവിടെ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എവിടെ നിന്നാ വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ് ചെയ്യാം? ഷോർട്ട് ടേം ഫൈനാൻസ് ആണോ, ലോങ് ടേം ഫൈനാൻസ് ആണോ, ബോത്ത് ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതുക അവിടെ ബോത്ത് ആണ്, രണ്ടും. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഷോർട്ട് ടേം സാധനം ആയതുകൊണ്ട്, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റീസിന്റെ ഒക്കെ ഒരു കളി ആയതുകൊണ്ട് ഷോർട്ട് ടേം ഫൈനാൻസിങ് മതി എന്ന് നിർബന്ധമില്ല. ലോങ് ടേം ഫൈനാൻസിൽ നിന്ന് വരുന്ന റിസോഴ്സസും എടുത്ത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ലൈക്ക് കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഓർത്തുകൊള്ളുക. വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് ഫ്രം ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. Working capital financing refers to the process of obtaining necessary funds to cover company's short-term operational needs. അതായത് കമ്പനിയുടെ ഷോർട്ട് ടേം നീഡ്സിന് വേണ്ടിയിട്ട് ഫൈനാൻസ് എവിടെ നിന്നാണെന്നുള്ളതാണ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എ ബിസിനസ് ഹാസ് sufficient liquidity to meet its day-to-day expenses. ഡെയിലി എക്സ്പെൻസസ് ഉണ്ട് ബിസിനസ്സിന്, സച്ച് ആസ് പേറോൾ എന്ന് പറയുന്നത് സാലറീസ്, വേജസ്, പിന്നെ അതുപോലുള്ള അത് തന്നെയാണ്. അതായത് നമ്മൾ കോമ്പൻസേഷൻ ടു ഹ്യൂമൻ ബീങ്സ്, അതാണ് അവിടെ പേറോൾ എന്ന് പറയുന്നത്. കൺസിഡറേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്, റെന്റ് കൊടുക്കുക എന്നുള്ളതാണ്, റോ മെറ്റീരിയൽ പർച്ചേസസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട്. വിത്തൗട്ട് adequate working capital, a business can face operational disruptions and missed opportunities and even the risk of insolvency. ഇൻസോൾവൻസി റിസ്ക് അങ്ങേയറ്റമാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ, ചിലപ്പോൾ ഒരു ഓഫേഴ്സോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓപ്പറേഷണൽ ഡിസ്റപ്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. Okay, next is importance of adequate working capital. Importance of adequate working capital. നോക്കിക്കോളൂ. ഇപ്പൊ ഇവിടെയും പറഞ്ഞിരിക്കുന്നു, നോക്കിക്കോളൂ. ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്, എനോർമസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നല്ല, അല്ലെങ്കിൽ ലാർജ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നല്ല. അവിടെ ടേം ഓർത്തോളൂ, ആഡിക്വേറ്റ്, ആവശ്യത്തിനുള്ളത് മതി. മെയിൻറ്റെയിനിങ് ആൻ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ is vital for sustaining business operations and pursuing growth initiatives. അതൊക്കെ നമുക്കറിയാം. നമുക്ക് ഗ്രോത്ത് ഇനിഷ്യേറ്റീവ്സിനൊക്കെ നമുക്ക് എന്ത് വേണം എന്നാണ്, പക്ക ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫൈനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി ടു മാനേജ് അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസസ്, capitalize on market trends and navigate economic downturns. കണ്ടോ, ഓരോരോ ടേം യൂസ് ചെയ്ത്. ക്യാപിറ്റലൈസ് ഓൺ മാർക്കറ്റ് ട്രെൻഡ്സ്, അതായത് മാർക്കറ്റ് ട്രെൻഡ്സിനെ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ എന്താണ്, ഇപ്പോ കോവിഡ് ഒരുപാട് എക്സാമ്പിൾസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ കോവിഡ് സിറ്റുവേഷൻ പറയുന്നത്. അതായത് അതിനു മുമ്പൊക്കെ ഈ ഹോം ഡെലിവറി ചെയ്തിരുന്നത് വലിയ വലിയ കോർപ്പറേറ്റുകൾ മാത്രമായിരുന്നു. ഇപ്പോ എന്താണ്, ഏതെങ്കിലും വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ, സുപ്രീമോ അല്ലെങ്കിൽ പോത്തീസോ അതുപോലുള്ളവർ മാത്രമാണ് ഹോം ഡെലിവറി എന്ന്. അതായത് ഹോം ഡെലിവറി വാസ് എ ലക്ഷറി ബിഫോർ കൊറോണ, അല്ലെ? അത് പറഞ്ഞില്ല, അത്രത്തോളം ഹോം ഡെലിവറി ഇതാ. നമ്മൾ അങ്ങോട്ട് ആ ഒരു നമ്മൾ അതിന്റെ ആഡിലോട്ട് നോക്കുക പോലുമില്ല. പക്ഷെ കോവിഡ് സമയത്ത് അത് ലക്ഷറി എന്നുള്ളത് മാറി. അതെന്തായിട്ട് മാറി? അത് ആവശ്യം. ഈവൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് പോലും ഒരു വിളിച്ചു പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു, വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും, വിളിച്ചു പറയുന്നു, അവര് സാധനങ്ങളെല്ലാം എടുക്കുന്നു, നീറ്റായിട്ട് പാക്ക് ചെയ്യുന്നു, അവർ സാധനം കൊണ്ടുവരുന്നു, ക്യാഷ് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് മറ്റെന്തെങ്കിലും പേയ്മെന്റിലൂടെ സെറ്റ് ചെയ്യുന്നു, പോകുന്നു. കണ്ടോ, ഇതാണ് ക്യാപിറ്റലൈസ് മാർക്കറ്റ് ട്രെൻഡ്സ്. അപ്പൊ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഈ കോവിഡ് സിറ്റുവേഷന് മുമ്പ് ഇത് ചെയ്തുകൊണ്ടിരുന്നവരും കോവിഡ് സിറ്റുവേഷൻ ചെയ്ത് ഒരുപാട് പേര് കൂടി. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ഈ ഹോം ഡെലിവറി എന്ന് പറയുന്ന ഒരു സാധനത്തിന് അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ആ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് എന്ത് ചെയ്തു, അവർ ചെയ്തു.
അതാണ് ക്യാപിറ്റലൈസ് ഓൺ മാർക്കറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് ട്രെൻഡ്സിനെ അവരെന്ത് ചെയ്തു, അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് അവർ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു. കൂടുതൽ ചിലപ്പം കൂടുതൽ ഡെലിവറി ബോയ്സിനെ അല്ലെങ്കിൽ ഡെലിവറി പേഴ്സൺസിനെ അപ്പോയിന്റ് ചെയ്യുന്നു, ഡെലിവറി വെഹിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അപ്പൊ ഡെലിവറി ഉണ്ട്. ഇപ്പൊ എവിടെ ഡെലിവറി ഉണ്ട്, വീട്ടിൽ തൊട്ടടുത്ത് ഒരു 10 ഷോപ്പുകൾ ഉണ്ടെന്ന് വെച്ചോളൂ, അതിൽ ഒരിടത്ത് മാത്രമാണ് നമുക്ക് ഹോം ഡെലിവറി കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആൾ ആ ബിസിനസ് കൂടില്ലേ, അവരുടെ സെയിൽസ് കൂടില്ലേ. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു, അങ്ങനെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് ക്യാപിറ്റലൈസ് ഓൺ മാർക്കറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് പറയുന്നത്, നാവിഗേറ്റ് ഇക്കണോമിക് ഡൗൺ ടേൺസ്. അതായത് ഇപ്പോ ചിലപ്പോ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് ഒരു ഡൗൺ ടേൺ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എന്ത് സംഭവിക്കും, ഈ വർക്കിംഗ് ക്യാപിറ്റൽ വേണം ഈ സംഭവങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട്. ഒരു എക്കണോമിക് ഡൗൺ ടേൺ വരുമ്പോ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ട്രെൻഡ് വരുമ്പോ അതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനും ഒക്കെ adequate working capital വേണം എന്നാണ് പറയുന്നത്. A well-funded working capital position also enhances company's credibility among suppliers, creditors and investors. എടാ നോക്കിക്കേ, നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു 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 എന്താണ് ക്രെഡിബിലിറ്റി, നമ്മുടെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് അവര് ആ കമ്പനി അവിടെ നമ്മൾ ബാങ്കിൽ ഇട്ട പോലെയാ, നമുക്ക് എപ്പോ വേണമെങ്കിലും പോയാൽ നമുക്ക് അവർ നമ്മളെ അക്കൗണ്ടിൽ ആഗ്രഹിക്കത്തേയില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് നിൽക്കും. അപ്പൊ അത് ഒരുപാട് ഉപയോഗം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പറയുന്നത് എവിടെ നിന്നൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് ആണ്. ഞാൻ ഇവിടെ തൽക്കാലം ഷോർട്ട് ടേം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബിക്കോസ് ഇതൊരു ഷോർട്ട് ടേം ഏരിയ ആയതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി ലോങ് ടേം ഫൈനാൻസിങ് യൂസ് ചെയ്യാം, അതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിന്റെ മെത്തേഡ്സ് എന്ന് പറയാൻ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ലൈൻസ് ഉണ്ട്, ട്രേഡ് ക്രെഡിറ്റ് ഉണ്ട്, ഫാക്ടറിംഗ് ആൻഡ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്, ഇൻവെന്ററി ഫൈനാൻസിങ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം ക്രെഡിറ്റ് ലൈൻസ് നിങ്ങൾക്ക് അറിയാം, വളരെ ഷോർട്ട് ടേം ആയിട്ട് കൈവായ്പയൊക്കെ, ബിസിനസ് കൈവായ്പയൊക്കെ വാങ്ങിക്കില്ലേ, അത് കിട്ടുക എന്നുള്ളതാണ്. ഓൺ കോമൺ മെത്തേഡ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് ഇസ് എക്വയറിംഗ് ഷോർട്ട് ടേം ലോൺസ്, ബാങ്കിൽ നിന്നോ പേഴ്സൺസ് നിന്നോ പബ്ലിക്കിന്റെ ഒക്കെ വാങ്ങിക്കാം. Or credit lines from financial institutions. These loans offer quick access to funds that can be used to cover immediate expenses. അപ്പോ ഇത് ചെയ്യുമ്പോൾ ഈ ഷോർട്ട് ടേം ലോൺസ് ക്രെഡിറ്റ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോ ലാസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ ബിസിനസ് നീഡ് ടു കൺസിഡർ ദ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. എപ്പോഴും നമ്മൾ കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. എപ്പോഴും എന്താണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ വേണം. അതുപോലെ റീപേയ്മെന്റ് ഷെഡ്യൂൾ, റീപേയ്മെന്റ് എന്താണ് അതിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഷോർട്ട് ടേം ലോൺസ് എടുക്കാനായിട്ട്. ഓക്കെ, അടുത്തത് പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ് ആണ്. ട്രേഡ് ക്രെഡിറ്റ്, ഓക്കെ, നമുക്കറിയാം. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോ പണം കിട്ടും, റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെന്റ് ഇല്ലാതെ നമ്മൾ എടുത്തുകൊണ്ട് വരും. നമ്മൾ പറയാണ് സെയിൽ, അല്ലെങ്കിൽ ഇതൊന്ന് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഒന്ന് വിറ്റിട്ട് പർട്ടിക്കുലർ ടൈം, ഒരു 1 മന്തോ 2 മന്തോ, നോട്ട് മോർ ദാൻ 3 മന്ത്സ്, ഒരു വർഷം വരെയാണ് ടൈം പറയുന്നത്. എന്നിരുന്നാലും പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു 2-3 മന്ത്സ് ഒക്കെയാണ് മാക്സിമം. ഇതിനിടയിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആ ഒരു തിരിച്ച് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. ഇറ്റ്സ് ഓൾസോ എ സോഴ്സ് ഓഫ് ഫൈനാൻസ് ടു ദ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു ഫൈനാൻസ് ആണ് കേട്ടോ. ട്രേഡ് ക്രെഡിറ്റ് ഇൻവോൾവ്സ് നെഗോഷിയേറ്റിംഗ് എക്സ്റ്റെൻഡഡ് പേയ്മെന്റ് ടേംസ് വിത്ത് ദ സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ബിസിനസ് ആയിട്ട് നിൽക്കുക, ബിസിനസ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നവരാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ദിസ് അലോസ് ബിസിനസ് ടു ഡിലേ ക്യാഷ് ഔട്ട്ഫ്ലോസ് while maintaining inventory levels. Effective management of trade credit can optimize cash flow and working capital. പ്രോപ്പർ ആയിട്ട് അതായത് അവരോട് ബാർഗൈൻ ചെയ്ത് ആ ഡേറ്റ് കൂട്ടി കിട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അത്രത്തോളം അത് നന്നായിട്ട് ബാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനിയാണ് ഫാക്ടറിംഗ് ആൻഡ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം ഫാക്ടറിങ് ആൻഡ് ഫോർഫെയ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്തില് വളരെ എന്ത് ചെയ്യുന്നു, സിംപ്ലർ ആയിട്ട് അതിനകത്തില് പറയും, ഇറ്റ് ഇൻവോൾവ്സ് സെല്ലിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ ടു തേർഡ് പാർട്ടി അറ്റ് എ ഡിസ്കൗണ്ട്. ദിസ് പ്രൊവൈഡ്സ് ആൻ ഇമ്മീഡിയറ്റ് ക്യാഷ് ഇൻജെക്ഷൻ ആൻഡ് ട്രാൻസ്ഫേഴ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കളക്ടിങ് പേയ്മെന്റ്സ് ടു ദ തേർഡ് പാർട്ടി. സിംപ്ലി പറഞ്ഞാല് ഇപ്പൊ നമുക്കൊരു 5 lakhs rupees ഡെറ്റേഴ്സിന്റെ കയ്യിൽ കിട്ടാനുണ്ട്. അത് പല ഡേറ്റിനാണ് ബിൽസ് റിസീവബിൾ ആയിട്ടായിരിക്കും, പല ഡേറ്റിനായിരിക്കും, പല പാർട്ടീസ് ആണ് അവർ തന്നിരിക്കുന്ന ഓരോ നമ്പറാണ്. നമ്മൾ ഇതൊക്കെ ഇവർ ഈ തരാന്നുള്ള ഡേറ്റിൽ തരാനുള്ള ഒരു കൃത്യമായിട്ട് കൊണ്ട് തരുന്നവർ തരും, എല്ലാവരും കൃത്യം പറയുന്ന ഡേറ്റിന് തന്നെ കിട്ടുമോ? കിട്ടില്ല. നമ്മൾ തിരിച്ചപ്പോ അങ്ങോട്ട് വിളിക്കണം, അവരോട് റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പേയ്മെന്റ് ചെയ്യാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഇതൊന്നും വേണ്ട. ഇപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ 5 lakhs rupees ഒരു കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ, അതായത് അക്കൗണ്ട്സ് റിസീവബിൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഇതൊരു എക്സ്ട്രീം ഒരു തേർഡ് പാർട്ടിക്ക് നമ്മൾ ഈ റിസീവബിൾസ് വിൽക്കും. മനസ്സിലായോ? ഈ റിസീവബിൾസ് അവര് നമുക്ക് ഇത് എടുത്തോണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 4 lakhs തരും. പിന്നെയും കിട്ടാനുണ്ട് നമുക്ക് 1 ലക്ഷം. നമ്മൾ 5 ലക്ഷം രൂപയുടെ റിസീവബിൾസ് ആണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവരിതെല്ലാം കളക്ട് ചെയ്യും. ഈ 5 ലക്ഷവും ചിലപ്പോ ചെറിയൊരു എമൗണ്ട് ഒക്കെ പോയാലേ ഉള്ളൂ, പക്ഷെ അവരെല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് എന്തെങ്കിലും കൂടി തരാനാണ്. എന്തായാലും നമ്മൾ 5 ലക്ഷം രൂപ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോറും കിട്ടും, ചിലപ്പോൾ ഒരു 50,000 60,000 രൂപയുടെ കിട്ടും. നമ്മൾ ബാക്കിയുള്ളത് അവരുടെ ഡിസ്കൗണ്ട് ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളത് കമ്മീഷൻ, ഫാക്ടറിങ് കമ്മീഷൻ എന്ന് പറയും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അവർക്ക് കൊടുക്കും. നമ്മുടെ ഗുണം ഇവിടെ എന്താണ്, പലപ്പോഴായിട്ട് പല എമൗണ്ട് വരേണ്ടതിന് വരെ നമുക്ക് ഇവിടെ ഒരുമിച്ച് കിട്ടുകയാണ്. അവർക്ക് എന്താണ് ഗുണം, അവർക്ക് ആ കമ്മീഷനാണ്. അപ്പൊ ഇതാണ് ഫാക്ടറിങ്. അതായത് ഇപ്പൊ നമ്മുടെ ഈ ബാങ്ക് ഒക്കെ, ഗവൺമെന്റ് ബാങ്ക്സ് അല്ലെ, ലൈക് ഷെഡ്യൂൾഡ് ബാങ്ക്സ് അല്ലാത്ത ബാങ്കുകളൊക്കെ, ഇപ്പൊ പ്രൈവറ്റ് ബാങ്ക്, HDFC, ICICI, അല്ലെങ്കിൽ എസ്പെഷ്യലി ബജാജ് ഒക്കെ ഉണ്ടല്ലോ, ബജാജ് പോലത്തുള്ള ബാങ്കുകളുടെ അവരുടെ പേയ്മെന്റിന് നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങളെ വിളിക്കുന്നത് ബജാജ് എന്നാണ് എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷെ ഇതൊക്കെ തീർത്തും വേറെ ഏജൻസീസ് ആണ്. അവരും ഈ ബജാജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? അവര് ഈ ഫാക്ടറിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. അവര് ഇത്ര രൂപയുടെ ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഇത് അവരൊരു കോൺട്രാക്റ്റിലൊക്കെ ഒപ്പുവെച്ച് ഇത് കൊടുക്കുകയാണ്, ഇവർക്ക് വിൽക്കുകയാണ്. ഇവർ ഇമ്മീഡിയറ്റ് ആയിട്ട് എമൗണ്ട് കൊടുക്കുകയാണ്. എവരുടെ ഈ പൈസ ഇവർ കളക്ട് ചെയ്താണ് പോകുന്നത്. ഈ ഏജൻസി എക്സ്റ്റേണൽ ഏജൻസിയാണ്. അതാണ് പ്യുവർ ഫോം ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഇതും എന്താണ്, ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അടുത്തത് ഇൻവെന്ററി ഫൈനാൻസിങ് ആണ് കേട്ടോ. ഇൻവെന്ററി ഫൈനാൻസിങ് നമുക്കറിയാം, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. നമുക്ക് ഇൻവെന്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻവെന്ററി പണയം വെച്ചിട്ട്, അത് പണയം വെക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ വേറെ കടം തരുന്ന ആളിന് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എത്രയാണോ ഇൻവെന്ററി ഉള്ളത്, ആ ഇൻവെന്ററി ഉള്ളത് അത് നിങ്ങൾക്ക് നമ്മൾ പൈസ തന്നില്ലെങ്കിൽ, ഒരു മോർഗേജ് ആയിട്ട് വെച്ചിട്ട് പൈസ തന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയാളുടെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ബാങ്കിൽ നിന്നോ പേഴ്സൺസിന്റെ നിന്നോ നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാം. അപ്പൊ അതാണ് ഇൻവെന്ററി ഫൈനാൻസിങ് എന്ന് പറയുന്നത്. കേട്ടോ, ഇൻവെന്ററി ആസ് കൊളാട്രൽ ടു സെക്യൂർ ലോൺസ്. ദിസ് മെത്തേഡ് ക്യാൻ ഹെൽപ്പ് ഇൻ മാനേജിങ് ഇൻവെന്ററി while levels are freeing up capital for other processes. അപ്പൊ നമ്മളെ ആ ഒരു ഇൻവെന്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്നുകൂടി നമ്മുടെ ഫൈനാൻസിങ് എന്ന് പറയുന്നത്, അതായത് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാലോ, മെത്തേഡ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിംഗ് എന്ന് ചോദിച്ചാൽ, ഇൻ അഡീഷൻ ടു ലോങ് ടേം ഫൈനാൻസിങ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ലൈൻസ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ് ആൻഡ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്, ഇൻവെന്ററി ഫൈനാൻസ്, ഇതൊക്കെ ബ്രോഡ് ആയിട്ട് പറയുന്ന കേട്ടോ. പറയാനാണെങ്കിൽ ഇപ്പം എന്താ പറയാ, പബ്ലിക് ഡെപ്പോസിറ്റ്സ് പറയാം, പിന്നെന്താണ് ഡെപ്പോസിറ്റ്സ് ഫ്രം അതർ കമ്പനീസ് പറയാം, പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുന്നെങ്കിൽ. ടൈപ്പ് നമുക്ക് 12 15 20 ഒക്കെ വേണമെങ്കിൽ പറയാം. ബേസിക്കലി ബ്രോഡ് ആയിട്ട് ഇത്രയും സോഴ്സസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് ഡിസിഷൻ. നോക്കണേ, വർക്കിംഗ് ക്യാപിറ്റൽ 2-3 ആംഗിൾ ഉണ്ട് കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഉണ്ട്, അതിന്റെ ഇപ്പൊ അടുത്ത് വരും. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് ഉണ്ട്. പിടികിട്ടിയോ? അപ്പോ ഇവിടെ ഇനി പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം എന്നല്ല പറയുന്നത്, പകരം വർക്കിംഗ് ക്യാപിറ്റലിന്റെ
ഫൈനാൻസിങ് ഡിസിഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസിന്റെ ഫൈനാൻസിങ് ഡിസിഷൻ എന്തെല്ലാം ബാധിക്കുന്നു. ഇക്വിറ്റി ഡെറ്റ് ഒക്കെ ആയിരുന്നു അവിടെ പ്രശ്നമെങ്കിൽ അവിടെ ജനറൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എന്ത് ചെയ്യും ബാധിക്കും. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എവിടെ നിന്ന് റേസ് ചെയ്യണം എന്നുള്ള തീരുമാനം, എത്ര വേണം എന്നുള്ളതല്ല, എവിടെന്ന് എന്നുള്ളതാണ് കേട്ടോ. നേച്ചർ ഓഫ് ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയുടെ നേച്ചർ എന്താണ്? സർവീസ് ആണോ, മാനുഫാക്ചറിങ് ആണോ, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ എന്നുള്ളത് നോക്കിയിട്ട് ആ നേച്ചർ ഓഫ് ഇൻഡസ്ട്രി, നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ബിസിനസ് സൈക്കിൾ, വാട്ട്സ് ദ കറന്റ് ഇക്കണോമിക് കണ്ടീഷൻ, ബൂം ആണോ, ഡിപ്രഷൻ ആണോ, റിക്കവറി ആണോ, എന്താണ് നമ്മുടെ ബിസിനസ് സൈക്കിൾ, അതിനനുസരിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് ഡിസിഷൻസ് വിൽ ബി ചേഞ്ച്ഡ്. ദെൻ സീസണൽ ഡിമാൻഡ്, ഇപ്പൊ ചില സീസണില് വർക്കിംഗ് ക്യാപിറ്റൽ വളരെ കൂടുതലായിട്ടായിരിക്കും. ഇപ്പൊ അഗെയിൻ കോവിഡിലേക്ക് വരികയാണ്. ഇപ്പൊ മാസ്ക് അല്ലെ, ഒരു മാസ്കിന്റെ ഒരു ഹെവി ഡിമാൻഡ് ആണ് നമ്മളെ സിറ്റുവേഷൻ. അതുവരേക്കും ഇതൊക്കെ വെക്കുന്ന ഹോസ്പിറ്റൽസിലും ഡോക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ അറ്റൻഡൻസും ഒക്കെയാണ് നമ്മൾ ഈ സംഭവം വെക്കുന്നത്. നമ്മൾ സാധാരണക്കാർ എന്ത് ചെയ്യുന്നു, വീട്ടിലുള്ള എല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലെത്തേക്ക് ഇപ്പൊ അതിന്റെ ഒരു സീസണൽ ആയിട്ടുള്ള അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ നമുക്ക് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസും അത്രത്തോളം കൂടും എന്നുള്ളതാണ്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് സീസണൽ ഡിമാൻഡ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ മൺസൂൺ സീസണിൽ ഒരു അംബ്രല മാനുഫാക്ചറേഴ്സിന്റെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതാണ് അവിടെ പറയുന്നത് സീസണൽ ഡിമാൻഡ്. അപ്പൊ ആ ഒരു ഡിമാൻഡ് കൂടി നിൽക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം എന്നുള്ള സമയമാണെങ്കിൽ കൂടുതൽ ഫണ്ട് വേണം എന്നുള്ളതാണ്. അപ്പൊ അതെവിടെ നിന്ന് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ക്രെഡിറ്റ് പോളിസി, നമ്മുടെ ക്രെഡിറ്റ് പോളിസി എന്താണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്രെഡിറ്റ് പോളിസി എന്താണ്? അതിന് സ്ട്രിഞ്ചന്റ് ക്രെഡിറ്റ് ടേംസ് എക്സ്റ്റേണൽ ഫൈനാൻസിങ്, നമുക്ക് പുറത്തുള്ള ഫൈനാൻസിങ് വേണ്ടി വന്നാൽ അപ്പൊ ക്രെഡിറ്റ് പോളിസി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് ഇമ്പാക്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഇമ്പാക്ട് എന്ന് പറയുന്നത്? പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആവാം കേട്ടോ. ഇമ്പാക്ട് എന്ന് പറയുന്നത് രണ്ട് രീതിയിലും ആവാമല്ലോ. ഇമ്പാക്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൺ ബിസിനസ് ഓപ്പറേഷൻസ് ആണ്. നോക്കിക്കേ, സ്മൂത്ത് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്. ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് സ്മൂത്ത് ആയിരിക്കും. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട് ഫ്ലോ. നമുക്ക് ക്യാഷ് ഇങ്ങോട്ടും വരാം, എന്ത് ചെയ്യാം, അങ്ങോട്ടും കൊടുക്കണം. നിങ്ങൾ ഒരു കാര്യം അറിയില്ല, ഇത് പരസ്പരം കോംപ്ലിമെന്ററി ആണ്. ഇങ്ങോട്ട് ക്യാഷ് വന്നാലേ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും, അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് വരും. ഇതിങ്ങനെ കറങ്ങി 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 വരും. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിനെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കടത്തിന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു, എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അവിടെ സാലറി എല്ലാം കൊടുത്തു, ഇത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി, ഇത് വിറ്റിട്ട് സെയിൽ നടന്നിട്ട് ക്യാഷ് ഇൻഫ്ലോ വരുന്നില്ല, ഇൻഫ്ലോ വരുന്നില്ല. എന്ത് പറ്റി? നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ഔട്ട്ഫ്ലോ എന്ത് ചെയ്തു? ഡിസ്റ്റർബ്ഡ് ആയി. അവിടെ ആ ഒരു സ്മൂത്ത്നെസ് പോയില്ലേ, ഇല്ലേ? അതാണ് അവിടെ പറയുന്നത്. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് കമ്പോണൻസ് എല്ലാം കൃത്യമായിട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നു, സ്മൂത്ത് ക്യാഷ് ഫ്ലോ നടക്കുള്ളൂ. പിന്നെ പറയുന്ന മീറ്റിംഗ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒബ്ലിഗേഷൻ അത് അടയ്ക്കുന്നത് രണ്ട് മൂന്ന് ആംഗിളിലാണ് നമ്മുടെ പ്രശ്നം. ഒന്ന്, നമ്മുടെ ക്രെഡിബിലിറ്റി. അതായത് ഇപ്പോ സപ്ലയർ ചോദിക്കുകയാണ്, നിങ്ങളൊരു 50 ഡേയ്സ് അല്ലേ പറഞ്ഞിരുന്നേ, ഇതിപ്പോ 60 ആയല്ലോ, 60 2 മാസം കഴിഞ്ഞല്ലോ, എന്തേ എമൗണ്ട് തരാതെ? അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമായിരിക്കും. ചിലപ്പോ അടുത്ത 10 20 30 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമായിരിക്കും, വേറെ പ്രശ്നമൊന്നും. ബട്ട് അവർ ക്രെഡിബിലിറ്റി, അവര് പിന്നെ ഡൗട്ട് ആവില്ലേ, ഇപ്പൊ തന്നാൽ ചിലപ്പോ അവർ എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന് നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിച്ചില്ലേ? ഇനി എക്സ്ട്രാ ചോദിക്കുന്ന ടൈമിന് അവർ എക്സ്ട്രാ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കോസ്റ്റ്, അതിന്റെ ചെലവ് എന്ന് പറയുന്നത് കൂടി പോവുകയാണെങ്കിലോ? അപ്പൊ ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ നമ്മൾ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത്
സീസിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോ നമ്മളിങ്ങനെ എന്താണ് പറയട്ടെ, ഇത് എന്ത് ചെയ്യുന്നു, വളരെ റീജിയണൽ ആയിട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചാടി പിടിക്കണം. ആ ഒരു സമയത്ത് ആ ചാടി പിടിക്കണമെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ നമ്മുടെ മുമ്പ് കൂടെ ഇങ്ങനെ പോവാ. ആ പോകുന്ന സമയത്ത് നമ്മൾ അതിങ്ങനെ എത്തിപ്പിടിക്കണം. ചാടി പിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സംഭവം വേണം. വർക്കിംഗ് ക്യാപിറ്റലിന്റെ പക്ക ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസിനെ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാനായിട്ട് പറ്റൂ. So these are the impact of working capital in business. ഇനി അടുത്ത് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ എഫിഷ്യൻസി, ഹൗ ടു ഒപ്റ്റിമൈസ് വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി. വർക്കിംഗ് ക്യാപിറ്റലിന്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ ക്വാണ്ടിഫൈഡ് അല്ല, ക്വാണ്ടിറ്റി അല്ല, ഇവിടെ ക്വാളിറ്റി ആണ്. ഇവിടെ നമുക്കിപ്പോ ഉള്ളത് തന്നെ നമ്മൾ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ്. എഫക്റ്റീവ് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. അതായത് ഇൻവെന്ററി പ്രോപ്പർ ആയിട്ട് ഇത് കറങ്ങണം. ഇൻവെന്ററി എന്ന് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ ഇൻവെന്ററി കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു, നമ്മളത് കറണ്ട് അസറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കും എന്ന് പറഞ്ഞു. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. എല്ലാം ഓക്കെ, എല്ലാം സമ്മതിച്ചു. ഇവിടെ റോ മെറ്റീരിയൽ നമ്മളിപ്പോ സപ്പോസ് ഒരു 2 ലക്ഷം രൂപയുടെ റോ മെറ്റീരിയൽ ആണ്. അത് റോ മെറ്റീരിയൽ ആയിട്ട് ഇൻവെന്ററി ആയിട്ട് അങ്ങനെ അങ്ങിരിക്കുകയാണ്. എന്ത് പ്രയോജനമാണ്? അത് കറണ്ട് അസറ്റ് എന്ന് പറയുന്നതുകൊണ്ട് കാര്യമുണ്ടോ? കുറെ പൈസ ഇരിക്കുക. അത് ഇപ്പൊ തൽക്കാലം ഇൻവെന്ററിയെ പറ്റിയിട്ട് പറയാം. ഈ ഇൻവെന്ററി അങ്ങനെ അങ്ങിരിക്കുകയാണ്. എന്താ ഗുണം? ഇതെന്താവണം? ഇത് സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവണം, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവണം, സെയിൽ ആവണം. സെയിൽ ഡെറ്റേഴ്സ്, ക്യാഷ് കിട്ടുമെങ്കിൽ കിട്ടണം, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ആവണം. ഡെറ്റേഴ്സിന്റെ പൈസ കിട്ടണം. ഈ പൈസ കൊടുത്ത് നമ്മൾ പുതിയ സാധനം വാങ്ങിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് ഇൻവെന്ററി സൈക്കിൾ എന്ന് പറയുന്നത്. ഈ സൈക്കിൾ കംപ്ലീറ്റ് ആവണം. അല്ലാതെ വെറുതെ ഇത് ഇൻവെന്ററി ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് പറയുന്നത്, ആ ഇൻവെന്ററിയെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കറക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇൻവെന്ററി ക്യാഷ് ആവുന്നത് വരെയുള്ള സംഭവം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. സ്ട്രീം ലൈൻഡ് അക്കൗണ്ട് റിസീവബിൾസ് ആൻഡ് പേയ്മെന്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിനെ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ സ്ട്രീം ലൈൻഡ് അക്കൗണ്ട്സ്, അതായത് ഇപ്പൊ നമ്മൾ കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ നമ്മളെ ഡെറ്റേഴ്സിനോട് നമ്മൾ ചോദിച്ചിട്ട് പറയാണ്, സർ ഇന്നായിരുന്നല്ലോ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്, സർ പേയ്മെന്റ് ചെയ്യാമോ, അല്ലെങ്കിൽ എന്നാണ് പേയ്മെന്റ് ചെയ്യുന്നത്? അല്ലല്ലോ, ഞാൻ ഇന്നല്ലല്ലോ പറഞ്ഞിരുന്നത് എന്ന് അവര് പറയുമ്പോ നമ്മുടെ ഒരു തെറോ റെക്കോർഡ് വേണം. ഇല്ല, ഇന്ന ദിവസമാണ് പറഞ്ഞിരുന്നത്, ഇത്ര ദിവസമായിരുന്നു സമ്മതിച്ചിരുന്നത്, അതുകൊണ്ട് ഇന്ന് പേയ്മെന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നാളെ ഇത്ര ഫൈൻ ആവുന്നോ, ഇത്ര ഇൻട്രസ്റ്റ് ആവുന്നോ ഒക്കെ നമുക്ക് പറയാനായിട്ട് നമ്മുടെ കയ്യില് പക്ക എന്ത് വേണം? ഒരു റെക്കോർഡ്സ് വേണം എന്നുള്ളതാണ്. സ്ട്രീം ലൈൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ ആൻഡ് പേബിൾ. ഇതൊക്കെ ടൈമിലി നമ്മൾ കളക്ട് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടാവണം എന്നാണ്. Negotiating better credit terms. Collaborative discussions with the suppliers can lead to favorable credit terms. ഇപ്പൊ നോക്കിക്കോളൂ, നമുക്കിപ്പോ ഫേവറബിൾ ക്രെഡിറ്റ് ടേംസിന് ഒരു മീനിങ് നമുക്ക് പറയണം. ഒരു 60 days ആഫ്റ്റർ നമ്മൾ കുറെ പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് ചെയ്തിട്ട് 60 days കഴിഞ്ഞാണ് നമുക്ക് നമ്മൾ ആ പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ 60 days കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ സപ്ലയർ പറയാണ്, സർ 60 days കഴിഞ്ഞ് പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസവും 5% വെച്ചിട്ട് തരാനുള്ള എമൗണ്ടിന്റെ 5% വെച്ച് കൂടിക്കൊണ്ടിരിക്കും എന്ന് പറയണം. ഓരോ ദിവസവും 5% വെച്ച് നമ്മൾ ഫൈൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ആവും എന്ന് പറയാണ്. അതേസമയം വേറൊരു പറയാണ്, 60 days ആണ് സർ ടൈം, പക്ഷെ ഒരു 30 days കൂടെ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഇവിടെ ഫേവറബിൾ ആയിട്ട് നമ്മളോട് പറയാം. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് ഏതെടുക്കും? അപ്പൊ നമുക്ക് ആ ഒരു എവിടെയാണോ സംസാരിക്കുക, നെഗോഷിയേറ്റ് ചെയ്യാം, പറയാമോ? അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു 3-4 പേരെടുത്ത് സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നമ്മൾ അവരോട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് പോളിസി, ക്രെഡിറ്റ് ടേംസ് കിട്ടുന്നത്. ഓക്കെ, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ചലഞ്ചസ്. ഇത് ഇത്രയും പറഞ്ഞപ്പോ തന്നെ ഇത് മൊത്തത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ പക്കയായിട്ട് ബാലൻസ് ചെയ്യുക, അതിന്റെ സൈക്കിൾ മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊരു ചാലഞ്ച് ആയിട്ട് തന്നെയുള്ള കാര്യമാണ്. എന്നിരുന്നാലും അതിന്റെ കമ്പോണൻസ് പറയാണ്. ബാലൻസിങ് ആക്ട്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒരുപാട് കൂടുതൽ വേണ്ട, തീരെ കുറവും വേണ്ട. എന്താണ് വേണ്ടത്? ആഡിക്വേറ്റ് ആണ് വേണ്ടത്. there is a balance.
ടു മച്ച് ക്യാപിറ്റൽ ടൈസ് അപ്പ് ഇൻ ഫണ്ട്സ്, ടു ലിറ്റിൽ അഫക്ട്സ് ഓപ്പറേഷൻസ്. അപ്പോൾ ഒരുപാട് കൂടുതലായാൽ അത് ആ ഫണ്ടിനെ എന്ത് ചെയ്യും? ലോക്ക് ചെയ്യും. ആ ഫണ്ട് നമുക്ക് ക്യാഷ് അത് ലോക്കപ്പ് ആവും. നമ്മുടെ ഫണ്ടുകൾ അവിടെ ലോക്കായി. അതേസമയം ടു ലിറ്റിൽ ആണെങ്കിലോ അത് ഓപ്പറേഷനെ അഫക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് ആഡിക്വേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് കോസ്റ്റ് ഞാൻ പറഞ്ഞു, ബോറോഡ് ക്യാപിറ്റൽ ആണെങ്കിൽ ബോറോഡ് ക്യാപിറ്റൽ കംസ് വിത്ത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് അഫക്റ്റിംഗ് പ്രോഫിറ്റബിലിറ്റി. അപ്പൊ ഒരുപാട് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഉള്ള ഇത് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഓപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇൻട്രസ്റ്റ് കോസ്റ്റ് വിൽ ബി ലോവർ ഓൾവേസ്. നമ്മൾ ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള, നമ്മളിപ്പോ ലോൺ എടുക്കാൻ പോകുമ്പോഴേ ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളതല്ലേ നോക്കിയിട്ട് എടുക്കുക. അപ്പൊ അത് നോക്കിയെടുക്കുക എന്നത് ഒരു ചലഞ്ചാണ്. ദെൻ ഡിഫോൾട്ട് റിസ്ക്. റിസ്ക് റിസ്ക് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുമ്പോഴും ഈ ഇൻവെന്ററി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കടം വാങ്ങിക്കുന്നു, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു, വിൽക്കാൻ ശ്രമിക്കുന്നു, വിൽക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും, നമുക്കത് വിൽക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരു ഗവൺമെന്റ് പോളിസി കൊണ്ടുവന്നു, ഇനി മുതൽ ഈ പ്രൊഡക്റ്റ്, ഇപ്പൊ ഈ പ്ലാസ്റ്റിക് ബാഗുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് ബാഗ് മാനുഫാക്ചർ പെട്ടെന്നൊരു തീരുമാനം. ഓൾറെഡി ഇപ്പൊ എന്താണ്, ഈ കോർപ്പറേഷൻ ഏരിയകളിലൊക്കെ ഇത് നിരോധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പറയാണ്, ഇത് ഫുൾ ടോട്ടലി ഒന്നുകൂടെ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാൻഡേറ്ററി ആക്ഷൻസ് വരുന്നു, ഇതിന് കുറച്ചുകൂടി ഇത് സ്ട്രിക്റ്റ് ആക്കുന്നു ഈ സംഭവത്തിന്. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വിൽക്കാൻ പറ്റില്ല, റിസ്ക് ആയി. ഇനി ഇത് വിറ്റിട്ട് പൈസ ഡെറ്റേഴ്സ് ഉണ്ട്, അവരുടെ നിന്ന് ക്യാഷ് കിട്ടണം. അവരുടെ നിന്ന് ക്യാഷ് കിട്ടുക എന്ന് പറയുന്നത് ദർ ഇസ് എ റിസ്ക് എലമെന്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ചാലഞ്ചസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അതിൽ വരുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത്.